അതാണ് എന്റെ മനസ്സ്. അത് നിന്റെ മനസ്സല്ല, നിന്റെ മനസ്സല്ല, നിന്റെ ബുദ്ധി. നിന്റെ അച്ഛനും നിന്റെ കല്യാണ ചെലവ് കുറച്ചു കൊടുക്കാനുള്ള നിന്റെ ബുദ്ധിയായിരുന്നു. എന്റെ അച്ഛന്റെ ബുദ്ധിയാ. നിങ്ങൾക്ക് വേണം. പിന്നെ കള്ള ലക്ഷണം തന്നെ, വെറുതെ നിന്നാലും കള്ള ലക്ഷണം. എന്റെ ദൈവം ഇങ്ങനെ മീശ കണ്ടിട്ട് ആൾക്കാർ പൊക്കുന്നില്ലല്ലോ. മീശ പറയല്ലേ, ഞങ്ങൾ കള്ളന്മാരുടെ ലക്ഷണമായി ഈ മീശ. ഞങ്ങൾ മോട്ടിക്കാൻ കയറുമ്പോൾ ഈ മീശ ഇങ്ങനെ മേലോട്ട് പിരിച്ചു വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം ആളറിയായി കഴിഞ്ഞ് ഇങ്ങനെ താത്തു എന്നിട്ട് ഇങ്ങനെ നടക്കും. ആരെങ്കിലും ചോദിക്കുമ്പോൾ ബാങ്ക് മാനേജരാന്ന് പറയും. പിന്നെ ബാങ്ക് മാനേജർ കുറഞ്ഞെങ്കിലും ഒരു പാന്റെങ്കിലും വേണം. ഇതിങ്ങനെ വെച്ചാൽ പാന്റിന്റെ ഷേപ്പിൽ നോക്കിയിട്ട് പിന്നെ എന്തിനു വേറെ പാൻറ്റാ? എന്നെങ്കിലും ഒരു നിങ്ങളെ പോലീസ് പിടിക്കുമ്പോ നിങ്ങളുടെ ഈ ആട്ടം അങ്ങ് തീരുവാ. ഇത്രയും കാലത്തെ എന്റെ ഈ മോഷണ ജീവിതത്തിനിടയ്ക്ക് ഒറ്റ പ്രാവശ്യം അല്ലാതെ എന്നെ പോലീസ് പിടിച്ചിട്ടില്ല. അതും അങ്ങ് തിരുവനന്തപുരത്ത് കളിക്കാൻ വിളയെ വെച്ച് അമ്മമാര് പിടിച്ചായിരുന്നു. പക്ഷെ ഒറ്റ പോലീസുകാരന്റെ ദേഹത്തോടെ സമ്മതിച്ചില്ലല്ലോ. അനിയാ സമ്മതിച്ചിട്ട് വേണ്ടേ? ചെയ്തത് മൊത്തം SI സർക്കിൾ കൂടില്ലേ? ഉയ്യോ, ആ സർക്കിൾ ചാടി എന്റെ മുതുകത്തൊരു ഇടിച്ചിട്ട് സത്യം പറഞ്ഞ 50,000 വാട്സിനകത്ത് പാട്ട് വെക്കുമ്പോൾ സ്പീക്കർ കടന്ന് കുലുങ്ങുന്ന പോലെ എന്റെ വയറ് കുലുക്കുമായിരുന്നു. ആ സൈസ് ഇടി. പിന്നെ പോലീസുകാരെ വരുന്ന പേടിപ്പിക്കാൻ വേണം. നിനക്ക് വേണോ അത്? എനിക്ക് വേണ്ട. ഇത് വേണ്ടോ? ഇങ്ങോട്ടോടി വേണ്ടെങ്കിൽ വേണ്ട. നീ നിന്റെ സൗകര്യമുള്ള ചെയ്തു. നമ്മൾ കഷ്ടപ്പെട്ട് മുടിച്ചോണ്ട് കൊടുത്ത വേണം. എന്താടാ പോലീസ് സ്റ്റേഷൻ വരെ പോടാ. ഞാൻ ഷർട്ട് പറയൂ. ഷർട്ട് മാറിയിട്ട് വരാടാ. എനിക്കറിയാവോളാ, ഞാൻ ഈ ചോറുണ്ട് വന്നെങ്കിൽ പകുതി ചോറ കഴിക്കത്തുള്ളൂ. ചായ കുടിക്കുന്ന പകുതി ചായ കഴിക്കത്തുള്ളൂ. മുട്ടായി തിന്നാ പകുതി അങ്ങ് കഴിക്കത്തുള്ളൂ. ഷുഗർ ഉണ്ടോ നിനക്ക്? ഷുഗർ അല്ല, ഞാൻ പൈസ ലാഭിക്കാൻ വേണ്ടി ചോദിച്ച പരിപാടിയാണ്. ആ പൈസ ലാഭിച്ച് വെച്ച് ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുത്തതാ. ഇന്നലെ ഉത്സവത്തിന് പോയപ്പോ ആ മാല ഏതോ മുട്ടിങ്ങ മോനെ അടിച്ചോണ്ട് പോയടാ. നീട് പറയണ പോലീസ് എന്നോട് നീട് പറയണ പോലീസ്. ഞാനെന്താ പറയാ, ഞാനെന്താ പറയാ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നാലുള്ള കുഴപ്പം എനിക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കത്തില്ല. അവിടെ ഒരു തരം പറക്കുന്ന കൊതു കൊണ്ട് കാലെ കുത്തിയ ഞാൻ അകത്ത് കയറി പറയാം. വെളിയിൽ നിന്നാ അകത്തുനിന്ന് കാറ്റടിക്കുമെന്ന് അതിന്റെ വീശലോട്ടാകും. എനിക്ക് എന്തായാലും അവനെ പൊടിക്കണം, അവനെ പൊക്കണം, അവനെ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കണം. എനിക്ക് കഷ്ടപ്പെട്ട് മേടിച്ചാന്നാ പറഞ്ഞത്. കഷ്ടപ്പെട്ട് മുറുക്കി ഉടുത്ത് മേടിച്ചാന്നാ പറഞ്ഞത്. അവന് കൊണ്ടുപോയി അറുത്ത് പണി മുറുക്കട്ടിരിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ അയർത്തും തന്നെ മുട്ടിക്കുന്നത് ഞാൻ അറിഞ്ഞോണ്ടോ? എനിക്കറിയത്തില്ല. സമാധാനപ്പെടണ്ട, നമുക്കത് വഴി ഉണ്ടാക്കി ഈ കേസ് തന്നെ കൊടുക്കണം. എന്തോ കേസ് കൊടുക്കേണ്ട കാര്യം എന്നു പറഞ്ഞാൽ ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവനെ പൊക്ക് ഇടിക്കുകയും ചെയ്യും. പിന്നെ അങ്ങനെ ഒരു മാല എടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കേണ്ട കാര്യം അങ്ങനൊന്നും ഇല്ല. നിനക്ക് വരാൻ പറ്റുമോ? സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? എനിക്ക് അവിടുത്തെ കൊതുകൊണ്ടെന്ന് അവിടുത്തെ എന്റെ അളിയന്റെ മോനാ ശ്രീകുമാർ, അവിടുത്തെ SI. അവനോടല്ലേ ഇടിച്ച് പപ്പടം പോലെ ആക്കിയിട്ട് അവൻ തന്നിരിക്കും. ഇത്രയും കൈയുള്ളയാ. മറ്റേ JD കോമിന്റെ പ്ലോട്ട് കണക്കിരിക്കണം പുള്ളി. പാവാ, എനിക്കറിയാം. ഇടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് മാല എടുപ്പിക്കും എന്ന് പറഞ്ഞാൽ എടുപ്പിക്കും. എടാ, അത് മോട്ടിച്ചവൻ വിഴുങ്ങി കാണുവാ പോട്ടാ. വിഴുങ്ങിയ മാല ഇടിച്ചെടുക്കുന്ന വിദഗ്ധനാണ് SI ശ്രീകുമാർ. ഇടിച്ച് അവനെ വിഴുങ്ങിയ മാല എടുക്കും. എന്റെ അഭിപ്രായത്തിൽ അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അത്യാവശ്യത്തിന് എടുത്തായിരിക്കൂടാ. അല്ലാതെ ഇപ്പൊ നിന്റെ പെണ്ണുമ്മയുടെ മാലയാന്ന് ചിലപ്പോ അറിഞ്ഞു കാണത്തില്ല. ഒരു പാവപ്പെടുത്തി അത്യാവശ്യം എടുക്കും, അത് ചോദിച്ചിട്ട് എടുക്കുന്നത്. നിനക്കറിയാം, ഞാൻ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകുന്നത്.